അച്ഛാ സാർ ഞൊട്ടിനെ വിളിക്കട്ടെ. അവനെ വിളി. വാടാ. സാറേ സാർ, നിന്നെ എന്താണ് ഞോട്ടെ? പോലീസിലെടുത്തോ? ഇല്ല, അല്ല എടുത്താലും ഞാൻ നിൽക്കത്തില്ല. എന്റെ പക്ഷം വേറെയല്ലേ. ശ്വാസം വിട. സാറിന് മേഡത്തിന് എന്നോട് ഇപ്പൊ പഴയതുപോലെ സ്നേഹമൊന്നുമില്ല കേട്ടോ. പിന്നെ സാറിന് എന്നെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ അതിനെ സാറിനെ അടങ്ങിരി. സാർ എന്നെ ഒരു കാര്യമില്ല സെല്ലിട്ടിരിക്കുന്നത് മേഡം. നിന്നെ വെറുതെ ഇട്ട് ആരെങ്കിലും ഇടിക്കുവോടാ? ഇടിക്കുവോ? എടാ, സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ മോട്ടിച്ചിട്ട് അതേ സീരിയൽ നമ്പറുള്ള പൈസ അവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് നിന്നെ ഞാൻ പിടിച്ച് ലിപ് ലോക്ക് ചെയ്യാം. അച്ഛായാ അതൊക്കെ വേണോ? നമ്മുടെ ഞൊട്ടല്ലേ, അവൻ ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യുമോ? കാര്യങ്ങൾ അറിഞ്ഞ് അവൻ പ്രവർത്തിക്കത്തുള്ളൂ. നാളെ ഈ സഹകരണ ബാങ്കിൽ നിന്ന് പണം മോഷണം പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിനതല്ലേ കേട്, ആ മാനേജറിനല്ലേ കേട്. അപ്പം ഇവൻ ആ പണം അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിന് മാനേജർക്കും കുഴപ്പം വരത്തില്ലല്ലോ. എല്ലാവരും സേഫ് അല്ലേ, കൂടെ ഇവനും സേഫും അല്ലേടാ ഞൊട്ടെ? അതെ അതെ. എന്തോ അതെ എന്നാ? ഞാൻ ഈ പറഞ്ഞത് എന്തോ തേങ്ങയാന്ന് എനിക്ക് പോലും വ്യക്തതയില്ല. അപ്പൊ അതാണോ നീ കയറി അതേന്ന് പറയുന്നത്? ഞാൻ എന്തെങ്കിലും പറയുന്നതിന്റെ വാലെ കയറി പിടിക്കാൻ നിന്നാലുണ്ടല്ലോ, ഇടിച്ച് കൂമ്പ് പാട്ട് ലോക്കപ്പിലിട്ട് നിന്റെ അടിനാമയെല്ലാം കൂടെ കലക്കുണ്ടല്ലോ. എന്റെ മേഡം ഒരുമാതിരി മനസാക്ഷിയില്ലാത്ത സംസാരിക്കരുത് മേഡം. ഇങ്ങനെയൊക്കെ പറയുന്ന പോലീസുകാരുണ്ടാവും, പക്ഷെ ഇത് ജനമൈത്രിയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. നീ നമ്മുടെ സ്വന്തം ആളല്ലേ ഞൊട്ടെ, അതുകൊണ്ട് അവനെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അല്ല, ഇത്രയും സ്നേഹം കാണിക്കാൻ എന്തുപടി അവൻ നിനക്ക് വല്ലതും തരുന്നുണ്ടോ? പിന്നെ സമ്പാദ്യമുള്ള നിങ്ങൾ തരുന്നില്ല, പിന്നെ ആ കട്ട മുതൽ അവൻ എനിക്ക് തരുന്നത്. മേഡം സാർ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീടും DYSP സാറിന്റെ വീടും ഞാൻ കൊളാബറേറ്റ് അറിയോ? നീ ആദ്യമേ ഞൊട്ട് നിർത്ത്, കാര്യം പറഞ്ഞേ. സാർ, നിങ്ങളുടെ വീട്ടിലെ പാലാറ്റിന് DYSP സാറിന്റെ വീട്ടിൽ അതേ മോഡ് വാട്ടർ പ്യൂരിഫയർ അല്ലേ ഞാൻ കൊണ്ട് തന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ മോഡ് 1-ാം പിറന്നാൾ കൊണ്ട് തന്ന മാല DYSP സാറിന്റെ മോഡ് കഴുത്തേക്കുന്നത് അതേ മോഡൽ മാലയല്ലേ? പക്ഷെ കൊച്ചത് കൊണ്ട് കളഞ്ഞു. അത് കൊച്ചു കൊണ്ട് കളഞ്ഞല്ല, ഞാൻ എടുത്താ. നീ ചെറിയൊരു ആവശ്യം വന്നപ്പോ. അയ്യോ, നമ്മുടെ ഞൊട്ടല്ലയോ ഇത്? അങ്ങനല്ല, കള്ളനൊന്നും വിളിക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്തൊരു ഹരിചന്ദ്രനാടാ? മതിയോ? ഞാനില്ലാത്ത സമയത്ത് എന്നെ കുറിച്ച് നീ ഏതോ അപ്പവാദം പറഞ്ഞെന്നറിഞ്ഞല്ലോടാ. സാറേ, ചെറിയൊരു അക്ഷരപിശാച്, ഒരു താരം മാറി രാധവായി പോയി. എത്ര വലിയ തെറ്റാണോ സാർ? ഓ, രാധവായി പോയതല്ലേ? സുമേഷേ, എന്തോ ടൈല് പൊട്ടിക്കുവോ? താൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, കുട മൂതടി എന്തോ പെണ്ണെന്നുള്ള പാട്ട്. ആ പാട്ടെന്നോടി അവനൊരു ഡാൻസ് കളിക്കട്ടെ. സാറേ, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. അയ്യോ, അറിയുന്ന കാര്യങ്ങളൊക്കെ അല്ലയോ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഇത് കളിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അല്ല, ഡാൻസ് കളിച്ചാൽ ഇവിടെ വെറുതെ അന്ന് പാടും സാറേ. ഇപ്പൊ പറഞ്ഞു സെറ്റ്. കുടമുതടി കുടത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയും കുടത്തി പെണ്ണേ. ഹേയ് കുടമുതടി കുടത്തി പെണ്ണേ, ഹേയ് കുടത്തിന്റെ വില പറയും കുടത്തി പെണ്ണേ. ഹേയ് നിർത്തോ. ഈ പാട്ട് പാടി ഡാൻസ് കളിപ്പിച്ച് വേണം ഇവന് സ്റ്റെപ്പ് ഇറക്കിക്കൊണ്ട് പോകാന്. അങ്ങനെ ജംഗ്ഷൻ വരെ ഇവൻ കളിച്ചോണ്ട് പോകുന്നോളും താൻ ഇവിടെ നോക്കിക്കോണം കേട്ടല്ലോ. എവിടെങ്കിലും ഇവൻ ഡാൻസ് കളി നിർത്തി അപ്പ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടേക്കണം. പാട്ട് പാടിക്കൊണ്ട് പോകും. കുടത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയും കുടത്തി പെണ്ണേ. ഹേയ് കുടമുടി. ചേട്ടാ, ഈ ഷർട്ട് ഒന്ന് തേക്കണം. ഓഹോ, അപ്പൊ ഇവനാണ് ശരിക്കുള്ള തേപ്പുകാരൻ. നമ്മക്ക് ആ തേപ്പുകാരനെ അങ്ങ് പൊക്കിയാലോ സാറേ? സാറേ, വണ്ടി എടുക്കും സാറേ. ഇത്ര പെട്ടെന്ന് തേക്കാൻ തന്നോട് ആരോടാ പറഞ്ഞേ? എന്നോട് തേക്ക്. പിടിക്കും സാറേ അവനെ. കയറാ വണ്ടിയിലെ. സാറെന്തിനാ സാറേ അയാളെ കയറി പിടിക്കുന്നു? സാറല്ലേ പറഞ്ഞത് പേരെ പിടിക്കാൻ? ഓ, നീ ബാ.
നിക്കറിടുന്ന കാലത്ത് വന്നതാണല്ലേ, പാൻറ്റൊക്കെ ആയി വല്ല അറിഞ്ഞായിരുന്നോ? ഇവനാണ് തേപ്പാരൻ. എന്താണ് സാറേ സീനാണ്? എന്താണ് നീ ഇവിടെ കിടന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ ഞങ്ങൾ കണ്ട്. എന്താണ് എന്റെ പ്രശ്നം? എന്താണ് സാറേ തുണി തെറ്റാണ്? തുണി തേക്കാൻ കൊടുക്കുന്നത് തെറ്റല്ല, ഒരു സ്ഥലത്ത് തുണി ഇല്ലാതെ നിൽക്കുന്നത് തെറ്റാണ്. എന്താണ് സാറേ, ഞാൻ ഇന്ത്യൻ പൗരല്ലേ, എനിക്കിവിടെ വന്ന് നിൽക്കാനുള്ള അധികാരമില്ലേ? എനിക്ക് ആധാർ കാർഡൊക്കെ ഉണ്ട് സാറേ. ഇന്ത്യൻ പൗരന്മാരെല്ലാം കൂടെ തുണിയില്ലാതെ റോഡിൽ വന്ന് നിൽക്കുകയാണോ? വണ്ടി കയറാൻ കഴിവറി സാറേ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടാ. വാട്സ് വെച്ചോ. സാറേ സീനാണ്, സാറേ സീനാണ്, സീനാവും സാറേ. ഞങ്ങൾ പിള്ളേരാണ് സാറേ, അവര് ഷർട്ടിങ് കൊടുത്തോ സാറേ? സാറേ സീനാണ് സാറേ, സീനാണ് പ്രശ്നം. സർ വാ മോളെ. നമസ്കാരം സർ. നമസ്കാരം. എൻ്റെ ചേട്ടനെ കാണാനില്ല. മോള് കരയണ്ട, മോളിരുന്നേ, ഇരിക്കേ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചേട്ടനെ കാണുന്നില്ല സാറ്. ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഫാമിലി പ്രശ്നം വല്ലതും ഉണ്ടോ? അയ്യോ, ഹസ്ബൻഡ് അല്ല, എൻ്റെ ആങ്ങളെയാ. ആങ്ങളെയല്ലേ? എത്ര ദിവസമായി കാണാതായിട്ട്? 4 ദിവസമായി. എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടാണോ പോയത്? ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞാൽ സാറേ പോയത്. പോയി കഴിഞ്ഞാൽ 2 ദിവസം, അതിനപ്പുറം പോവില്ല. അതിനുള്ളിൽ തിരിച്ചു വരുന്നതാണ്. എന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചായിരുന്നോ? എനിക്ക് അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല സാറേ. എനിക്ക് പേടിയാവുന്നു സാറേ. എന്താവശ്യത്തിനാണ് പോകുന്നതെന്നെല്ലാം പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല സാറേ, ഞാൻ അങ്ങനെ ചോദിക്കാറുമില്ല. അച്ഛനും അമ്മയും മരിച്ചത് പിന്നെ എൻ്റെ ചേട്ടൻ എന്നെ നോക്കുന്നത്. അവൻ എനിക്കൊരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചോദിക്കാനും പോവില്ല. ചേട്ടനെ ഫോണിൽ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു നോക്കിയായിരുന്നു. സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. നമ്പർ എന്ന് പറഞ്ഞേ. 96 33 61 24 18. മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. മോള് തന്നെയല്ലേ പറഞ്ഞേ? സാറേ, അത് മാത്രമല്ല, ചേട്ടനില്ലാത്ത അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു രാത്രി സമയത്ത് വീടിൻ്റെ വാതിൽക്ക് വന്ന് ആരൊക്കെ അസഭ്യം പറയുകയും കഥയും മുട്ടുകയും ചെയ്യുമോ. എനിക്ക് പേടിയോ സാറ്. മോളെ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊന്ന് മാറി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും. സുമേഷേ, ഇവിടെ കണ്ട് നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയെടുക്ക്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എൻ്റെ പേര് സുമേഷേ, കംപ്ലൈൻറ്റ് തരാൻ വന്നേ. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. അന്വേഷിക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ചായക്കടയിൽ പോയി ചോദിച്ചിട്ടെങ്കിൽ പോരരുത് കേട്ടല്ലോ. ചെല്ലേ മോളെ. ശരി സാറ്. നമസ്കാരം സാർ. എന്താ അമ്മ പ്രശ്നം? സാറേ തീരെ നിവൃത്തിയില്ല സാറേ, സഹായിക്കണേ സാറേ. എൻ്റെ അമ്മ, ഞങ്ങൾ പോലീസുകാർക്ക് തുച്ഛമായ ശമ്പളമേ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുട്ടികളുടെ ഫീസ്, വീട് ലോണ്, കാറിൻ്റെ ലോണ്, ഇതെല്ലാം കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല കയ്യിൽ. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആവശ്യമുണ്ട് അമ്മ ഏതെങ്കിലും സംഘടനയൊന്നും സമീപിച്ച് നോക്ക്. അയ്യോ സാറേ, അതല്ല സാറേ, എനിക്ക് 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 അമ്മയ്ക്ക് എനിക്ക് ഇവൻ്റെ അച്ഛനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് സാറേ, തീരെ പറ്റത്തില്ല. അച്ഛനെ മര്യാദയ്ക്ക് നിർത്തിക്കോണം. ജാമ്യമില്ലാത്ത വകുപ്പെല്ലാം കൂടെ ചാർത്ത് സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കും. ഞങ്ങള് ലോക്കപ്പ് ഇടും, പറഞ്ഞേക്കാം. എന്റെ സാറേ, എന്റെ അച്ഛൻ ഇവരുടെ ഭാര്യ സാറേ. അയ്യോ ഭർത്താവ്, ഇതെന്റെ അമ്മയാ. ഓ, ഭർത്താവാ? ഇപ്പൊ എന്തോ വന്നതിന്റെ ഉദ്ദേശം? എനിക്ക് ഡിവോഴ്സ് വേണം, അല്ലാതെ പറ്റത്തില്ല. ഡിവോഴ്സോ? അമ്മയ്ക്ക് എന്തിനാണ് ഡിവോഴ്സ്? നീ അവിടെ മിണ്ടായിരിയടാ. കുഞ്ഞാറ്റയ്ക്ക് എന്തോ അറിയാം, ഞാൻ അതുപോലെ സഹിക്കുവോ? ഞാൻ നിന്നോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളു. എന്റെ ദേഹം എല്ലാം നീരാ സാറേ. ഒന്ന് നോക്കണം, ദേഹം മൊത്തം ഇടിച്ച് പഴിപ്പിച്ച് വെച്ചേക്കോ അയാള്. സാർ അങ്ങനെ നോക്കാറില്ല. എന്റെ സാറേ, ചുമ്മാ ഈ തള്ള കള്ളം പറയോ? എന്റെ അച്ഛനെ ഇടിച്ചിടിച്ച് മസിലായത് മൊത്തം കുനിച്ചീർത്ത് ഇടിക്കുന്ന സാറൊന്ന് കാണണം. മസിലാണ് ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഒരു കിൻഡൽ ഇടിയൊക്കെ. സാറേ ചുമ്മാതാ സാറേ, ഇയാളും അയാളും കൂടെ രണ്ടുപേരും കൂടാ സാറേ കൂടി, ഇവനും അയാളും കൂടെ. എന്റെ പൊന്ന് സാറേ, ഇന്നലെ അമ്മ അച്ഛനോട് പറഞ്ഞു വുഡ്ലാൻഡിന് ഷൂ വേണമെന്ന്, തൊഴിലുറപ്പിന് പോകാനാ. അച്ഛൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. അതിനാ സാറേ ഇവിടെ വന്നിരിക്കുന്നേ. നീ മൊത്തം നിന്റെ അമ്മയ്ക്കെതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന നീ? സാറേ, ഞാൻ രാവിലെ കൂട്ടാൻ്റെ വീട്ടിൽ വരെ പോകാൻ ഇറങ്ങിയതാ. കുഞ്ഞാറ്റ എന്നെ ചന്ത വരെ ഒന്ന് വിടാന്ന് പറഞ്ഞു എന്റെ വണ്ടിയുടെ പുറകെ വന്ന് കീറി തള്ള. നിനക്കെന്താ വേണം? പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്താ പറയുന്നത്? പിന്നെ നീ പറഞ്ഞ എന്നെ കൊണ്ടുവരത്തില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവിടെ ചതിക്കാൻ കൂട്ടിയില്ല. ഇവനും അയാളും ഒന്നിനും മാറ്റം ഇല്ല സാറേ, രണ്ടും കണക്കാ. എപ്പോഴും ബഹളവാ സാറേ. എനിക്ക് വയ്യ, എനിക്ക് ഡിവോഴ്സ് വേണം സാറേ.
എനിക്കല്ലാതെ പറ്റത്തില്ല സാറേ. എൻ്റെ അച്ഛനെ രക്ഷിക്കണം സാറേ. നിർത്തിക്കേ. അമ്മയ്ക്കും മോനും ഇങ്ങനെ സംസാരിക്കാനാണെങ്കിലേ വീട്ടിൽ സംസാരിച്ചാൽ പോരായിരുന്നോ? ഇങ്ങോട്ട് പിന്നെ എന്തിനാ വന്നേ? ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം പറ നിങ്ങൾ. സാറേ എനിക്ക് ഡിവോഴ്സ് വേണം സാറേ, എനിക്കല്ലാതെ പറ്റത്തില്ല സാറേ. എൻ്റെ അച്ഛനെ രക്ഷിക്കണം സാറേ, അല്ലെങ്കിൽ ഇവർ ഇടിച്ച് കൊല്ലും സാറേ എൻ്റെ അച്ഛനെ. അതുപോലെ ഇടിക്കുന്ന ഇവര്. അയ്യോ ചുമ്മാതാ സാറേ, ഇവൻ കള്ളമാ പറയുന്നത്. ഇവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ വേണേ സാറിനോട് പറഞ്ഞുതരാം. ഇവൻ മാനസികമായിട്ട് എന്നെ ഒത്തിരി പീഡിപ്പിക്കുന്നുണ്ട് സാറേ. ഇവൻ മാവേലിക്കര ഒരു മുറി എടുത്തിട്ട് ഒരു പെണ്ണിനെയും കൊണ്ട് ഒരാഴ്ച താമസിക്കുമായിരുന്നു, അറിയാവോ സാറേ? ആ ഞാൻ കള്ളമൊന്നുമല്ല പറയുന്നത്. ഇവിടെ വന്നിരി, ഇവിടെ ആരാ അവള്? ആ സാർ അറിയണ്ട സാറേ. പിന്നെ ആരുടെ അറിയേണ്ടത്? സാറേ എനിക്ക് അവൾക്കും 18 വയസ്സ് കഴിഞ്ഞു, സാറ് ചോദിക്കേണ്ടതെന്ന്. അതല്ലല്ലോ സാറേ കേസ്. ഓഹോ, ഞാൻ പറയട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തോത്തിനാ വന്നേ? എന്റെ അവിഹിതം പൊക്കാൻ വന്നത് അമ്മയുടെ കാര്യം പറയണം. പിന്നെ നീ ശരിയല്ല, അയാള് ശരിയല്ല. അമ്മയും ശരിയല്ലേ? ഇല്ല, ഞാൻ കൊണ്ടുവരുന്ന തിന്നോണ്ടങ്ങ് അടി ഇട്ടോളൂ. രണ്ടൂടെ എന്റെ മണ്ടയ്ക്കോട്ട് ഇടിച്ചു കേറിക്കോളുവാ. ഒന്നും കൊണ്ടുവന്നില്ലയോടാ? എന്താ കൊണ്ടുവന്നു? എന്റെ സാറേ അമ്മ കരയുന്നു സാറേ. സാറ് അമ്മയെ കരയിപ്പിച്ചേ. സാറ് എന്തിനാ സാറേ ഡെസ്കിലിട്ട് അങ്ങനെ അടിച്ചേ? സൗണ്ട് കേട്ട് എന്റെ അമ്മ പേടിക്കും സാറേ. നമുക്ക് നമുക്ക് വീട്ടിൽ പോയി പരിഹരിക്കാം. അമ്മ എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാ, അന്നേരം നിങ്ങൾ പഠിച്ചോളും. അമ്മ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത്? ഞങ്ങള് രാവിലെ പണിക്കല്ലോ. എനിക്കറിയത്തില്ല. വന്നു ഇരുന്നു കുടുംബ പ്രശ്നം പറഞ്ഞു, അതുപോലെ ഇറങ്ങിപ്പോയി. ഫ്രീ ആയിട്ട് പ്രാക്കും കിട്ടി. ചായ പറ. എന്നാ എന്നെ വീട്ടിലോട്ടൊന്ന് വിടാൻ? ആ ശരി ശരി, ചെക്കിങ് കഴിഞ്ഞ് പോകുമ്പോൾ നിന്നെ വീട്ടിലോട്ട് ഇറങ്ങാം. നമുക്ക് സാറേ സീനാവോ? സാറേ സീനാവോ? എന്താടാ സ്റ്റേഷനിൽ കയറി വന്ന റാട്ടും വരെയൊക്കെ കാണിക്കുന്നേ? സാറേ ചുമ്മാ എന്നെ പിടിച്ചോണ്ട് വന്നതാണ് സാറേ, എന്നെ അഴിച്ചു വിട്. ചുമ്മാ നാളെ എന്തിനാ സാറേ ചുമ്മാ നാളെ പിടിച്ചോണ്ട് വരുന്നേ? സാറേ സ്കൂൾ പിള്ളേരുടെ മുമ്പ് ബോഡി ഷോ കാണിക്കായിരുന്നു സാറേ. മച്ചാനെ നമ്മുടെ അമ്മ സീനൊന്നുമില്ല, നമ്മൾ ഈ മച്ചാന്മാരോടാണ് സീൻ. ആരാ എന്റെ മച്ചാന്? നിന്റെ അമ്മൂമ്മയുടെ നേരെ ഞാൻ കല്യാണം കഴിച്ചാ? സാറേ ആട്ടോനെ നമ്മുടെ സംസാരിക്കില്ല സാറേ. നമ്മുടെ അടുത്ത് കളിച്ച പോലീസുകാരെ നീ ഭൂലോകത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല സാറേ. ബ്രൂണോ പൂണെന്ന് പറഞ്ഞാൽ പൂണും സാറേ. ഇവൻ ചിലപ്പോ പൂളിക്കളെ മാറി നിൽക്കും. നിന്നെ മണിയും ഇവിടെ എല്ലായിടത്തും പണിയും. പണിയാനത്ര താല്പര്യം പോയി പണിയെടുത്ത് ചോദിക്കണം. അയ്യോ സാറേ ജനമൈത്രി അറിയാം സാറേ, ഇത് സീനാണ്. ഇവിടെ മൊത്തം സീനാണ്, പക്ഷെ സീനില്ലാത്ത പറഞ്ഞോളൂ സാറേ. ഇത് സീനില്ല, ഇത് സെറ്റാണ്. ഇവിടെ മൊത്തം സീനാണല്ലോ. പിന്നെ പിന്നെ നോക്കി മീശ പിടിച്ചാൽ കള്ള കഞ്ചാവ് കുണ്ടി കിട്ടില്ലല്ലേ സാർ? കുണ്ടി കിട്ടില്ല സാറേ. സാറേ കുണ്ടി കിട്ടില്ലല്ലേ സാറേ? എന്നെ അഴിച്ചുവിട്, എന്നെ അഴിച്ചുവിട് സാറേ, എന്നെ അഴിച്ചുവിട് സാറേ. ഒന്ന് നിന്നേ. നിങ്ങളല്ല അവനെ കൊണ്ട് എങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങോട്ട് വന്നേ? സ്കൂട്ടറിൽ ട്രിപ്പിൾസ്. ട്രിപ്പിൾസ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ? ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നു. അപ്പം ചെല്ലാൻ അങ്ങ് വീട്ടിൽ വന്നോളൂ. അല്ല സാറേ നമ്മൾ പോലീസുകാരല്ലേ? ഡോ, പോലീസുകാർക്കും ജനങ്ങൾക്ക് രണ്ട് നിയമമില്ല, ഒരൊറ്റ നിയമമേ ഉള്ളൂ. മനസ്സിലായോ? സാർ ജനങ്ങളെ പിടിക്കാൻ പോവാ. വാ. എന്തോടോ? അല്ലേ എന്തോ നോക്കിയോ സാർ? എനിക്കറിയാം നോക്കാൻ. എന്തോടോ? എന്താ എഴുതി നോക്കിയതാ? അത് ഞാൻ എഴുതിക്കോളാം. പോയി ഡ്യൂട്ടി ചെയ്യ്, വണ്ടി പിടിക്കുക. ചെല്ലു രണ്ടെണ്ണം പോ. സാർ പോ. എന്തുവാ? പോയി ഡ്യൂട്ടി ചെയ്യ്. നിന്നോടും കൂടാ പറഞ്ഞത്. ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ. ഒരു വണ്ടി വരുന്നുണ്ട് സാറേ. എടേ സാറ് വിളിക്കുന്നു. വാ 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 വാ. എന്താ സാറേ? ആഹാ,
എന്താടാ പേര്? പരമശിവം. ഓഹോ, വാളയാർ പരമശിവമാണോ? അല്ല, മറയൂർ പരമശിവം. വണ്ടിക്കകത്ത് വേറെ ആരുണ്ടാ? കിളിയുണ്ട് സാറേ. എന്തുകൂടാ വണ്ടിക്കകത്ത്? എംസാൻഡ്. പാസ് ഉണ്ടോ? ആ ഉണ്ട്. പാസ് ഉണ്ടോ എന്ന് പോയി ചെക്ക്. മോടയാന്നല്ലോടാ. ഹെൽമെറ്റ് ഇല്ലാത്ത ഒന്നിനെയും വിട്ടേക്കരുത്. ദോ വരുന്നു പിടിച്ചോ. എന്തുവാടാ പാസ് കാണിക്കുന്ന ഇത്ര താമസം? മുന്നോട്ട് നിൽക്കും മാഡം. മുന്നോട്ട് നിൽക്കാനോ? എന്തോ നീ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? മുന്നോട്ട് നിൽക്ക്. ഹേ, എങ്ങോട്ടും നിൽക്കുന്നില്ല, പിടിച്ച് അകത്തിട്ട് ഞാൻ പറഞ്ഞേക്കാം. പാസ് കാണിക്കടാ. പാസ് കാണിക്കണമെങ്കിൽ മുന്നോട്ട് നിൽക്കണം. ജനമൈത്രി ആയിപ്പോ ഇല്ലായിരുന്നെങ്കിൽ കാണിക്ക. കുറച്ചുകൂടെ മുന്നോട്ട് കാണിക്കടാ. കുറച്ചുകൂടെ കാണിക്കടാ. കണ്ടോ മാഡം? ഫുൾ പവർ അല്ലേ? സാറ് ദാണ്ട് ഇവനെ ആളെ കളിയാക്കുന്നു. കൈക്കിപ്പം പണി ഉണ്ടാക്കും. പാസ് ലൈറ്റ് ഇടുന്നത് കളിയാക്കളാ. സാറേ ഇവനെ ആളെ കളിയാക്കുന്നു. ഞാൻ കളിയാക്കില്ല സാറേ. എന്താടാ പോലീസുകാർ ചെക്കിങ് നിൽക്കുന്ന ചൊരക്കാനെന്ന് വിചാരിച്ചോ നീ? വണ്ടിക്കകത്ത് എംസാൻ്റെ അല്ലല്ലോടാ. നീ എവിടെ പോവാ? മറയൂര്. മറയൂരെന്തുവാ? കുറച്ച് ചന്ദനം എടുക്കാണ്ട്. പെർമിറ്റ് ഉണ്ടോടാ? ഇല്ല. പെർമിറ്റ് ഇല്ലാതെ പോലീസുകാരുടെ മുന്നിൽ ചന്ദനം എടുക്കാൻ പോന്നു? പിന്നെ ഞങ്ങളുടെ കുടുംബാമ്പലത്തിൽ ഒരു കിണ്ണി ചന്ദനം എടുക്കാൻ പോകുന്നതിനാ പെർമിറ്റ്. പോ സാറേ. ഒരു കിണ്ണം ചന്ദനം എടുക്കാനാണ് നീ വലിയ വണ്ടിക്കകത്ത് പോകുന്നത്? എന്നാ സാറ് ഡൂക്ക് സെറ്റ് ചെയ്താ. എന്ത് ചെയ്ത് നിന്റെ വണ്ടിക്കകത്ത് കിളിയുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോണ്ടിറങ്ങി ഓടിയോ അവൻ? സാറിന് കണ്ണ് കാണത്തില്ലേ? കണ്ണൂർന്ന് നോക്ക്. സാറോട് സംസാരിക്കടാ. എന്നോട് സാറിന് സംസാരിക്കണ്ടെന്ന് സംസാരിക്കടാ. സംസാരിക്കാൻ എന്താടാ? പോലീസുകാരെ പൊട്ടനൊക്കെ വന്നോ? എടുത്തോണ്ട് പോടാ വണ്ടി. സാറേ ലൈസൻസ്. അവന് ലൈസൻസ് നോക്കണ്ട, എടുത്തോണ്ട് പോ. സാറേ എന്താ? വണ്ടി സ്റ്റാർട്ട് ആവുന്നല്ലോ, ഒന്ന് കൈ വെക്കൂ. എൻ്റെ മോന്തയ്ക്കാൻ കൈ വെക്കും. എടുത്തോണ്ട് പോടാ. അടുത്ത വണ്ടി കൈ കാണിക്ക്. എല്ലാ എണ്ണമുള്ള ഉടായ്പ വഴിയും കട്ടറോടൊക്കെ പഠിച്ചു വെച്ചേക്കുവോ? ഇതുവഴി കാര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. വിവറജിപ്പാൻ ഈ ഒരു വഴിയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇവിടുന്ന് കുറേ എണ്ണത്തെ കിട്ടും. ഇറങ്ങിക്കോ. എൻ്റെ സാറിനെ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണം ഇറങ്ങാന്. എന്നെ കൊണ്ട് കൂടുതലൊന്നും. ഓക്കെ സാർ, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാം സാർ. നമ്മൾ ഇന്ന് ടീറ്റും ബീച്ചല്ലാണ്ട് വേറെ എവിടെയും പോവാം. വേറെ മണ്ഡലത്തിൽ പോയല്ലോ. അവിടെ ആകുമ്പോൾ കായലുണ്ട്, ബോട്ടുണ്ട്. എന്തേ പോയാലോ? എനിക്ക് നേരത്തെ പോകണം. എന്നും ഇങ്ങനെ നേരത്തെ പോകണം പറയാതെ. നേരത്തെ പോയാലേ പ്രശ്നമോ? എന്ത് പ്രശ്നമാ? എന്താണോ അത്? കൊണ്ടുവന്ന് ചാർജ് ചെയ്യാം സാറേ നമ്മുടെ വണ്ടിയിൽ. അയ്യോ, ഇടിച്ചിട്ടില്ല, അവിടെ തലയിരിഞ്ഞു പോയി സാറേ. എടി എവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടിടിച്ച് നിർത്തി? ഹെൽമെറ്റ് അറിയാം. എന്താ ഇതെവിടാ നമ്മള്? സാറേ തിരിഞ്ഞത് തലയല്ല, ഹെൽമറ്റാ. സുഖല്ലേ സാർ? അതറ പറ സുഖമാ അല്ലേ? വീട്ടിലെ കാർ പോർച്ചാന്ന് വിചാരിച്ചോ? ഇടിച്ച് പോലീസുകാരെ നെഞ്ചത്തോട്ട് കയറ്റാന്. സാറേ പെറ്റിങ് എന്നായിരുന്നു, ഞങ്ങൾ പോവായിരുന്നു. സർക്കാർ വണ്ടിയുടെ ബമ്പർ അടിച്ച് ഇളക്കിട്ട് നിനക്ക് പറ്റിയോ? എന്താടാ എൻ്റെ പേര്? സാറേ ആദിത്യൻ. രേഷ്മ. വണ്ടി ഇങ്ങോട്ട് ഇറങ്ങ. രണ്ടിൻ്റെ നമ്പർ ഇങ്ങോട്ട് വന്നേ, വീട്ടുകാരെ വിളിച്ച് പറയട്ടെ. കഷ്ടമുണ്ട് സാറ്, പറയല്ലേ സാറ്, വീട്ടിലറിയിക്കല്ലേ സാറ്, കഷ്ടം. ഭർത്താവ് അറിഞ്ഞ പ്രശ്നമാണ് സാർ. ആഹാ, പവിഹിതവാ അല്ലേ? നിന്റെ കൊടുക്കടാ. ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്. ഓഹോ, രണ്ടിൻ്റെ വീട്ടിലെ നമ്പർ ഇതാ, അവിഹിതം പൊളിച്ച് കൈ തരാം. അയ്യോ മാഡം, വീട്ടിലറിയിക്കില്ല മാഡം, ഞാൻ ഒരു പാവം മാഡം. നീ ഇത്ര പാവമായിട്ടാണ് ഈ പരിപാടി എല്ലാം കാണിച്ചു കൂട്ടുന്നത്?
പാവമായതുകൊണ്ടല്ലേ മാഡം, എനിക്കെല്ലാവരും സ്നേഹിക്കാനല്ലേ അറിയൂ. അയ്യോ പാവം സാറേ, ഹസ്ബൻഡ് അറിയാതെ ഇത്രയും റിസ്ക് എടുത്ത് വന്നില്ലയോ, പാവം അങ്ങ് വിട്ടേക്കാം. അയ്യോ രണ്ടെന്റെ നമ്പർ ഇതാ അങ്ങോട്ട്, വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങോട്ട്. അയ്യോ മാഡം, വീട്ടിൽ അറിയിക്കല്ലേ മാഡം, കഷ്ടമുണ്ട് മാഡം. വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ നാണക്കേടാവും മാഡം. ഇനി എങ്ങാനും വീട്ടിലറിഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും പേര് എഴുതി ഞാൻ ആത്മഹത്യ ചെയ്യും. 500 പെറ്റിടിച്ചിട്ട് വിടാലോ സാറേ. ചുമ്മാ ഇരിടോ, നീ എന്തോടെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുവാണോ? ഞങ്ങൾ പോലീസുകാരെ തീ കുരുത്തവരാ, വെയിലത്ത് വാടത്തില്ല. രാവും പകലും വീട്ടുകാരെയും കൊച്ചുങ്ങളെയും കളഞ്ഞിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതേ ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ല, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാ. വെയിലാണെങ്കിൽ അങ്ങനെ, മഴയാണെങ്കിൽ ഇങ്ങനെ, ഞങ്ങൾ കഷ്ടപ്പെടുക രാവെന്നോ പകലെന്നോ ഇല്ലാതെ. അല്ലേലും നിനക്കൊക്കെ പോലീസുകാർ വരും ട്രോൾ എലമെന്റ് അല്ലേ? മോളിലിരിക്കുന്നവന്റെ ആട്ടുതുപ്പും കേട്ട് രാവും പകലും പണിയെടുക്കുമോ മനുഷ്യനിവിടെ? ഞങ്ങൾ ഈ ട്രാഫിക്ക് വന്ന് നിന്ന് ഹെൽമെറ്റ് വേണോ ലൈസൻസ് വേണോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ കുടുംബത്തോട്ടൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, നിന്റെയൊക്കെ ജീവനെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. അതൊക്കെ ഓർത്താ നന്ന്. നിനക്കൊക്കെ ഭീഷണിപ്പെടുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനും നിന്റെ ഒന്നും കളിപ്പാവയല്ല ഞങ്ങള്, മനസ്സിലായടാ? എന്തോടോ പോലീസ് തർമ്മ സാറേ, ഇറങ്ങിയിട്ടോ. രണ്ടെണ്ണം പിടിച്ച് ലോക്കപ്പിട്ടോ. ഹലോ, ഞാനാ ഇവിടുത്തെ എസ് ഐ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. മക്കളെ നിങ്ങൾ ചെല്ല, ചിലരൊക്കെ വീട്ടിൽ വന്നോളൂ. ഇനിയെങ്കിലും നേരെ ഇടണേ. എന്താ പരിപാടിയാ? ഞാൻ പറയും ലോക്കപ്പ് ഇടണോ വേണ്ടായോ ഒന്നും അല്ലോ, അല്ല നീ അല്ല പറയേണ്ടത്. വിലയില്ലയോ? എന്താ വിലയാ? റെസ്പെക്റ്റും കാര്യങ്ങളും ഒന്നും പറ്റില്ല. ഇതൊരു മനുഷ്യനായിരുന്നു, ഭർത്താവായിപ്പോ ഇല്ലായിരുന്നെങ്കിൽ ലോക്കപ്പിട്ടോ. ഹായ് സാർ, ഇൻഷുറൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, RC ബുക്കും ഉണ്ട്. ഹെൽമെറ്റ് ഇല്ലല്ലോ? ഉണ്ടല്ലോ. ഇല്ലല്ലോ? ഉണ്ടല്ലോ. സാറിനെ ഇവന്റെ ഹെൽമെറ്റ് ഉണ്ടെന്ന് നീ ഒന്ന് ചെക്ക് ചെയ്ത്. ചെക്ക് ചെയ്തോ? ഇല്ലയോ ഓനെ? ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നീ പൊക്കോ, വീട്ടിൽ ചെല്ലാൻ വന്നോളൂ. ഇതേടാ ഹെൽമെറ്റ്. ഇതാണ് സാർ ഹെൽമെറ്റ്. ചുമ്മാ നീളം മുടിയുള്ള സ്പൈക്ക് ചെയ്തുണ്ട് സാർ. ഇത് എന്റെ കമ്പനിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി എന്റെ പ്രൊഡക്റ്റ് ആണ്. തലയും പോവൂല, സ്റ്റൈലും പോവൂല. നല്ല പ്രൊഡക്റ്റ് കേട്ടാ. നിന്റെ പരസ്യം കേൾക്കാൻ നിൽക്കുമല്ലേ ഞങ്ങളിവിടെ കേട്ടല്ലോ. നിനക്ക് ചിലപ്പോൾ ഞങ്ങളെ പറ്റിക്കായിരിക്കും. ക്യാമറ നീ പറ്റിക്കത്തില്ലല്ലോ. ഞാൻ എന്തിനു പറ്റിക്കണം? ക്യാമറയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതിങ്ങനെ പൊക്കി കാണിക്കും. അപ്പം അവരുടെ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ആണല്ലോ, എന്റെ ഇന്റലിജൻസ് ജെനുവിൻ ആണ്. ഞാൻ എന്തിനു പോണം? ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ, ഇതാ എൻ്റെ അപ്പച്ചയുടെ വീട്. ഞാനിവിടെ കൊണ്ട് വണ്ടി നിർത്തിയതിന് നിങ്ങളെന്തിനാ എന്നെ പിടിച്ചു നിർത്തിയത്? പിടിച്ചോണ്ട് പോടേ, പിടിച്ചോണ്ട് പോ. പറഞ്ഞു വിട്, പറഞ്ഞു വിട്. നല്ല പതവതപ്പുള്ളൊരു ഹെൽമെറ്റ് ആയിരുന്നു. എന്നാ പറഞ്ഞങ്ങ് വാങ്ങിച്ചുകൂടായിരുന്നു. ചുമ്മാ കളിയാക്കാതെ വണ്ടി വന്നു. ശുക്കൂർ സാറേ, വടിമാല ശുക്കൂർ. ഹലോ, ആടാ പറ. കൊള്ളായിരുന്നു. എടാ നാളെ അതേ സ്ഥലത്ത് വെച്ച് കാണാം കേട്ടോ. അതേ സമയം. പിന്നെ വീടെത്താറായി, ഒന്ന് പോടാ. എടാ പോലീസ് വിളിക്കാം. എന്ത് ചെയ്യും? വണ്ടി പഞ്ചറായതാന്ന് തോന്നുന്നു. ഞാനെന്നാ പോയി ആ പഞ്ചർ ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം.
എന്നോടാ കളി, മണ്ടന്മാര് പോലീസിനെ പറ്റിച്ചു. പെണ്ണുമുള്ള എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? കുടി, നല്ല ക്ഷീണം കാണും. ഒരുപാട് ഓടിയതല്ലേ? അല്ല, കൊച്ചിന്റെ വീട് എവിടാ? മേടമൊക്കെ നിന്നില്ലേ? ആ വളവിന്റെ അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ ബുദ്ധിമതി അല്ലല്ല, അതിബുദ്ധിമതിയാ. അപ്പൊ എന്തായാലും കൊച്ചു കുടിച്ചിട്ട് ചെല്ലാൻ വീട്ടിൽ വന്നോളൂ കേട്ടോ. ചെല്ല്. അപ്പൊ ജോ പെട്ടെന്നാട്ടെ. ഹലോ, എന്താ പറ്റി? താനാ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. സാറേ നമ്മുടെ സ്റ്റേഷനിൽ തോക്കാണല്ലോ, മോഷണം പോയി.